നമസ്കാരം. പേരാമ്പ്ര വാളൂരിലെ അനുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുജീബ് റഹ്മാനുമായി പോലീസ് തെളിവെടുപ്പിനെത്തിയപ്പോൾ ജനരോഷം അണപൊട്ടി. യുവതിയെ അരുംകൊല ചെയ്ത സ്ഥലത്താണ് പ്രതിയുമായി പോലീസ് എത്തിയത്. കൊലപാതകം നടന്ന വാളൂർ നൊച്ചാട് PHSക്ക് സമീപത്തെ തോട്ടിനരികിൽ പ്രതിയെ എത്തിച്ചാണ് പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തിയത്. അതേസമയം തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. പ്രതിയെ കൊണ്ടുവരുന്ന വിവരമറിഞ്ഞ് വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്ന വിവരമറിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ മുതൽ തന്നെ സ്ഥലത്ത് ആളുകളെത്തിയിരുന്നു. പ്രതിക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് ഉറപ്പായതോടെ തെളിവെടുപ്പുമായി സഹകരിക്കണമെന്ന് പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരോട് അഭ്യർത്ഥിച്ചു. എന്നാൽ മുജീബ് റഹ്മാനുമായി പോലീസ് സംഘം സ്ഥലത്തെത്തിയതോടെ ജനരോഷം അണപൊട്ടി ആകെ നിയന്ത്രണം വിടുന്ന അവസ്ഥയായി. അരുംകൊല നടത്തിയ പ്രതിക്കെതിരെ അസഭ്യവർഷവും നടത്തി. ആക്രോശിച്ച് പാഞ്ഞെടുക്കുന്ന നാട്ടുകാരെ അടക്കി നിർത്താൻ പോലീസും നന്നേ പാടുപെടേണ്ടി വന്നു. എത്രയും വേഗം പണിപ്പെട്ടാണ് പ്രതിയെ പോലീസ് ബസ്സിൽ നിന്ന് പുറത്തിറക്കാനായത്. തുടർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് സംഘം അതിവേഗം മടങ്ങുകയായിരുന്നു. കൊലപാതകം നടന്ന തോടിന് സമീപത്തേക്ക് പ്രതിയെ കൊണ്ടുവന്ന് ഇവിടെ വച്ചല്ല കൃത്യം നടത്തിയതെന്നായിരുന്നു പോലീസിന്റെ ചോദ്യം. പ്രതി മുജീബ് റഹ്മാൻ അതേ എന്ന് മറുപടി നൽകി. പിന്നാലെ പ്രതിയെ പോലീസ് സംഘം തിരികെ വാഹനത്തിൽ കയറ്റി. തടിച്ചുകൂടിയ ജനങ്ങൾ ഇതിനിടെ പ്രതിക്ക് നേരെ തിരിഞ്ഞതോടെ പ്രതിയുമായി മടങ്ങാനും ഏറെ സമയമെടുത്തു. പ്രതിയെ കയറ്റിയ പോലീസ് ബസ്സിന് നേരെ കല്ലേറുമുണ്ടായി. മാർച്ച് 11 രാവിലെ വാളൂർ നടുക്കണ്ടിപ്പാറയിലെ നൊച്ചാട് PHSയുടെ സമീപത്തെ തോട്ടിൽ വെച്ചാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്തിയത്. ആശുപത്രിയിൽ പോകാൻ സ്വന്തം വീട്ടിൽ നിന്ന് അനു കാൽനടയായി മുളിയങ്ങലിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു കൊലപാതകം. ഇരിങ്ങണ്ണൂരിൽ നിന്ന് ആശുപത്രിയിൽ പോകാനായി കാറിൽ വരികയായിരുന്നു ഭർത്താവ് പ്രജിൽ. ഈ വാഹനത്തിൽ കയറാനാണ് പ്രജിൽ അനുവിനോട് പറഞ്ഞിരുന്നത്. ഇതിനായി നടക്കുന്നതിനിടയിൽ ഈ വഴിയിലൂടെ മുജീബ് റഹ്മാൻ ബൈക്കിലെത്തി. അനു ഭർത്താവിനോട് വേഗത്തിലെത്താമെന്ന് ഫോണിൽ പറഞ്ഞത് പ്രതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മുളിയങ്ങലിൽ ഇറക്കാമെന്ന് പറഞ്ഞ് യുവതിയെ ബൈക്കിൽ പിന്നിൽ കയറ്റിയത്. തോടിന്റെ പാലത്തിനടുത്തെത്തിയപ്പോൾ മൂത്രമൊഴിക്കാനെന്ന പേരിൽ നിർത്തി. ഇരുവരും ഇറങ്ങിയ സമയത്ത് യുവതിയെ തോട്ടിലേക്ക് പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. വീഴ്ചയിൽ തന്നെ ബോധം പോയതുപോലെയായ അനുവിനെ വെള്ളത്തിൽ ചവിട്ടിപ്പിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് യുവതിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം കൈക്കലാക്കുകയും പാലത്തിന് അടിവശത്തേക്ക് മാറ്റിയിട്ട് സ്ഥലം വിടുകയും ചെയ്തു. അതിനിടെ മുജീബ് റഹ്മാന്റെ ഭാര്യയെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുജീബിന്റെ കുറ്റകൃത്യങ്ങളിൽ ഇവർക്കും പങ്കുണ്ടെന്നാണ് നിഗമനം. 11-ാം തീയതി രാവിലെ 10 മണിയോടെയാണ് മുജീബ് റഹ്മാൻ വാളൂരിലെ ഇടറോഡിൽ വെച്ച് അനുവിനെ കൊലപ്പെടുത്തിയത്. ഇതിനു മുമ്പ് നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയ പ്രതിയാണ് മുജീബ് റഹ്മാൻ. മോഷണം, പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്ത്രപൂർവ്വം വാഹനത്തിൽ കയറ്റി ആക്രമിച്ച് ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുകയും സ്വർണം കവരുകയുമായിരുന്നു പ്രതി പിന്തുടർന്ന രീതി. 2020 ഓമശ്ശേരിയിൽ വയോധികയെ തന്ത്രപൂർവ്വം മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റി പ്രതി ഓട്ടോയുടെ കമ്പിയിൽ തലയിടിപ്പിച്ച് ബോധരഹിതയാക്കിയാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചത്. പേരാമ്പ്രയിൽ അനുവിനെ തലക്കിടിച്ച് ബോധം കെടുത്തിയാണ് വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തിയത്. വയനാട്ടിലും സമാനമായ കുറ്റകൃത്യം ഇയാൾ നടത്തിയെന്ന് സൂചനയുണ്ട്. മോഷണം, പിടിച്ചുപറി ഉൾപ്പെടെ 60ഓളം കേസുകളിൽ പ്രതിയായ മുജീബ് ശിക്ഷിക്കപ്പെട്ടത് ചുരുക്കം കേസുകളിൽ മാത്രമാണ്. നൊച്ചാട് അനു കൊലക്കേസിൽ നിർണായക തെളിവുകൾ തേടി പ്രതി മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തും മുൻപ് തെളിവ് നശിപ്പിക്കാനുള്ള ഭാര്യയുടെ ശ്രമം വ്യക്തമാക്കുന്നത് മാഫിയ പ്രവർത്തനത്തിൽ അവർക്കുള്ള പങ്കാണ്. കൊല നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രങ്ങൾ തേടിയാണ് മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തിയത്. ഈ വസ്ത്രങ്ങൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ പോലീസ് എത്തിയ വിവരമറിഞ്ഞ് പ്രതിയുടെ ഭാര്യ ചില സാധനങ്ങൾ കത്തിക്കാനും ശ്രമിച്ചിരുന്നു. ഇത് തടഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് കൊല നടത്തിയ സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ കണ്ടെടുത്തത്. CCTV ദൃശ്യങ്ങളിൽ ഇയാൾ ധരിച്ച പാന്റ് നനഞ്ഞതായി കണ്ടതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഈ വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഏതായാലും മുജീബ് റഹ്മാൻ മോഷണ കേസിലും ബലാത്സംഗ കുറ്റത്തിലും കുടുങ്ങി അകത്ത് കിടക്കുമ്പോൾ ഭർത്താവിനെ പുറത്തിറക്കാൻ നിയമവഴികൾ തേടുന്നതും അട്ടിമറി ഒരുക്കി ജാമ്യം തേടുന്നതും ഈ ഭാര്യയുടെ മികവാണ്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഭാര്യയും അനു കൊലക്കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ട്. മാല പൊട്ടിക്കാനുള്ളതടക്കം വിവിധ തരം കത്തികളും ടോർച്ചുകളും എല്ലാം പ്രത്യേകം സൂക്ഷിച്ചിരുന്നു. ഇത്തരത്തിൽ ബാഗിൽ എല്ലാ സംവിധാനവുമായാണ് മുജീബ് മോഷണത്തിനായി ഇറങ്ങുന്നത്. പോലീസ് പിടിയിലായാൽ കേസുകളെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് ഭാര്യയുടെ നേതൃത്വത്തിലാണ്. ജയിലിനുള്ളിൽ ഉള്ളപ്പോൾ എല്ലാം പൊന്നുപോലെ നോക്കുകയും ചെയ്യും ഭാര്യ. ഇതെല്ലാം കണ്ടും കേട്ടും ഞെട്ടുകയാണ് കേരള പോലീസ്. കൊടും ക്രിമിനലിന് എല്ലാ പിന്തുണയും ഭാര്യ നൽകിയതാണ് പോലീസ് തിരിച്ചറിയുന്നത്.